ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ കറണ്ട് എനർജിയും അതുപോലെ തന്നെ ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ പേജ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു ഐഡിയ ഇട്ടിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. ഒരു പുതിയ കാര്യം, ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ അതെന്തും ആവട്ടെ, ചിലപ്പോൾ ജോബിൻ്റെ ഒരു കാര്യമായിരിക്കും, ബിസിനസ്സിൻ്റെ കാര്യമായിരിക്കും, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടാവും, ചിലപ്പോൾ ഒരു ലവ് ആയിരിക്കാം. മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പരിപോഷിപ്പിച്ച് കൊണ്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കുറച്ച് ബാലൻസിങ് നിങ്ങൾക്കിതിൽ ആവശ്യമായിട്ട് വരും. രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വന്നതൊരു ന്യൂ ഐഡിയ ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ഒരു ജോബിലോ എന്തിലെങ്കിലും കമ്മിറ്റഡ് ആയിരിക്കും. അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ അതും ഇതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ടൈം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ ബാലൻസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു ചെറിയൊരു സ്ട്രഗിൾ. പക്ഷേ വിഷമിക്കാനൊന്നുമില്ല, നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഒരു ചെറിയൊരു സ്ട്രഗിൾ നിങ്ങളിവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു അവസരം, അതായത് നിങ്ങളിപ്പോൾ പെട്ട് കിടക്കുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു അവസരം, ഇറങ്ങിപ്പോകാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുകൂടെ കൊണ്ടാണ്, ഇതോടെയാണ് ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും യൂണിവേഴ്സിന് താങ്ക് യു പറയുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.